ഒടുവിൽ നമ്മൾക്ക് ഒരു കുറച്ച് എക്സ്പെൻസസ്, ഉദാഹരണത്തിന് ഇവിടെ ഇത്ര എക്സ്പെൻസ് ഉണ്ട്: വെഹിക്കിൾ റിപ്പയർ, സ്റ്റേഷനറി, ട്രാവൽ എക്സ്പെൻസ്. ഇത്ര എക്സ്പെൻസ് ടോട്ടൽ 4425 എക്സ്പെൻസ് ഒന്ന് ബുക്ക് ചെയ്യണം. പക്ഷേ ഇത് ഒരു എംപ്ലോയി റീഇംബേഴ്സ്മെൻ്റ് അല്ല, കമ്പനി ഡയറക്റ്റ് കമ്പനിയുടെ വെഹിക്കിളോ അങ്ങനെ നമ്മൾ അങ്ങനെ ഒന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇത് എൻ്റർ ചെയ്തത്? എക്സ്പെൻസ് മൊഡ്യൂളിലൂടെ ഒടുവിൽ എൻ്റർ ചെയ്തത് അങ്ങനെ നോക്കാം. ആദ്യത്തെ നമ്മൾക്ക് എക്സ്പെൻസ് ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മളിവിടെ എക്സ്പെൻസ് ഐറ്റം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസ് കാറ്റഗറിയിൽ എക്സ്പെൻസ് ഐറ്റം ഇപ്പം റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഉണ്ട്, സ്റ്റേഷനറി ഉണ്ട്, അതിൽ ഉള്ള ട്രാവലിംഗ് ഉണ്ട്, അതൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, നമ്മൾ എക്സ്പെൻസ് മൊഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ, അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ന്യൂ അടിക്കുക. നമുക്കിവിടെ ഒരു ഹാക്കിലൂടെ ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ 4475 അതായത് ഓരോന്നായിട്ട് അടിക്കേണ്ട ആവശ്യമില്ല, 3 ഒന്നിച്ച് വന്നോട്ട് നമ്മൾ 3 ഒന്നിച്ച് അടിക്കുന്ന മെത്തേഡാണ് നോക്കുന്നത്. ഓക്കെ, നമുക്ക് 2023 എക്സ്പെൻസ് ആണെന്ന് വിചാരിക്കാം. കാറ്റഗറി ഒന്നും ഞാൻ നോട്ട് ചെയ്യുന്നില്ല. എക്സ്പെൻസസ് ഇവിടെ എംപ്ലോയി അല്ല, എംപ്ലോയിക്ക് അത് റീഇംബേഴ്സ് ചെയ്യണം. ഇത് കമ്പനിയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഓക്കെ, ഞാൻ കമ്പനിയാണ് സെലക്ട് ചെയ്തത്. ഇവിടെ നമ്മുടെ ഡേറ്റ് കറക്റ്റ് ചെയ്തത് 2023 ജനുവരി 1 ജനുവരി 1 സെലക്ട് ചെയ്തു. 1/1/2023 സെലക്ട് ചെയ്തു. ഇവിടെ വെണ്ടർ ഇല്ല, കാരണം എംപ്ലോയി ആണ്, കമ്പനിയാണ്. ഓക്കെ, ഇനി ഇവിടെ ഇത് ഞാൻ ലെഡ്ജറൊക്കെ കളയുന്നു, അവിടെ ലെഡ്ജർ കൊടുക്കുന്നില്ല. ടോട്ടൽ എമൗണ്ട് 4425 ഞാൻ അവിടെ അടിച്ചു കൊടുക്കും. ശേഷം ഞാൻ സ്പ്ലിറ്റ് എക്സ്പെൻസ് എടുക്കുന്നത്, അതായത് 4425 ടോട്ടൽ, അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് കാണിക്കേണ്ടത്. ഇവിടെ ആദ്യമായിട്ട് വെഹിക്കിൾ റിപ്പയർ, അതായത് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസ് ആയിട്ട് സെലക്ട് ചെയ്തു. 3240 ഓക്കെ, അനാലിറ്റിക്കൽ ഞാൻ കൊടുക്കുന്നില്ല. ഇനി റിപ്പയർ മെയിൻ്റനൻസ് സ്റ്റേഷനറി എക്സ്പെൻസിൽ 325. അടുത്തത് ന്യൂ എടുത്തു, 225. ട്രാവലിംഗ് എക്സ്പെൻസസ്, അതിൽ 2 എക്സ്പെൻസുള്ളത് ട്രാവലിംഗ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. 910. ടോട്ടൽ 4525 ഒറിജിനൽ എമൗണ്ട്. ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് 4425. സ്പ്ലിറ്റ് എക്സ്പെൻസ് എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഈ 3 ഒന്നിൻ്റെ ഒന്നിച്ച് നമുക്ക് അപ്രൂവൽ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു, മാനേജർ അപ്രൂവൽ. നമ്മൾ ക്രിയേറ്റ് റിപ്പോർട്ട് അടിക്കുന്നു. അപ്പം എക്സ്പെൻസ് സമ്മറി, കമ്പനിയുടെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നു. ഇത്രയും എമൗണ്ട് 4425 ഇത് മാനേജർക്ക് സബ്മിറ്റ് ചെയ്യുന്നു. പിന്നീട് ഇത് മാനേജറെ വിൻഡോയിൽ മാനേജർ അപ്രൂവ് ചെയ്യുന്നു. ഇനി ഇവിടെ നമുക്ക് പോസ്റ്റ് ജേണൽ അടിക്കുന്നു. പോസ്റ്റ് ജേണൽ പെയ്ഡ് ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്, ഓൾറെഡി പെയ്ഡ് ആയിട്ട് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് ട്രയൽ ബാലൻസ് ഒന്ന് എടുത്ത് നോക്കാം. ഇവിടെ 4425 ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻറ്റ്സിലുണ്ട്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻറ്റ്സിലാണ് 4425 ഉള്ളത്. അതേസമയം നമ്മൾ പെയ്ഡ് ആയിട്ട് കാണിക്കുന്നില്ല. അതായത് നമ്മൾക്ക് എവിടെ നിന്നാണ് പോയി എന്നുള്ളത് റിക്കൺസിൽ ചെയ്യുമ്പോൾ മനസ്സിലാവും. റിക്കൺസിലേക്ക് പോകുന്നു. 4425 ഇത് 3 എൻട്രിയും നമുക്ക് പെയ്ഡ് ആയിട്ട് കാണിക്കണം. റിക്കൺസിൽ 4425 ഇത് എവിടെയാണ് നമ്മൾ എവിടെ നിന്നാണ് പോയെന്നല്ല കാണിക്കുന്നത്. നമ്മളിവിടെ കാണിക്കുന്നത് പെറ്റി ക്യാഷ് എന്നാണ് പോയത്. പെറ്റി ക്യാഷ് എന്നാണ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പെറ്റി ക്യാഷ് എന്നാണ് പേയ്മെൻറ്റ് നടത്തിയതെന്ന് നമ്മൾ പറയുന്നു. ഇപ്പോൾ തോന്നുന്നില്ല, ഒരു 5 ജനുവരി 5 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മിസ്സലേനിയസ് ഓപ്പറേഷൻസ് ജേണൽ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഈ റിക്കൺസിൽ ചെയ്യാണ്. ഇത് പേയ്മെൻറ്റ് നടത്തുന്നതിനുള്ള നിരശനാണ് റിക്കൺസിൽ അടിക്കുന്നത്.
ഇനി ട്രയൽ ബാലൻസ് ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് പേയ്മെൻറ്റ്സ് ഡെബിറ്റും ക്രെഡിറ്റിലും പോയിട്ട് എക്സ്പെൻസ് ആക്കിയിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്, എക്സ്പെൻസ് ആയി എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേസമയം പെറ്റി ക്യാഷിൻ്റെ ഇലക്ട്രോണിക്സ് ബാലൻസ് ആദ്യം 0 ആയിരുന്നു, അതുകൊണ്ടാണ് ഇത് ക്രെഡിറ്റിൽ കാണിക്കുന്നത്. പെറ്റി ക്യാഷിന് പോയിട്ടുണ്ട് 4025. അപ്പോൾ ഒറ്റയടിക്ക് തന്നെയാണ് ആ എത്ര എക്സ്പെൻസ് പോയിട്ടുള്ളത്, കമ്പനീൻ്റെ എക്സ്പെൻസ് ആയിരുന്നു അത് കാണിച്ചിട്ടുള്ളത്. ഇനി പെറ്റി ക്യാഷ് ഇലക്ട്രോണിക്സ് 4425 മൈനസ് ആണ്. നമ്മൾ 4425 പെറ്റി ക്യാഷിലേക്ക് 5000 രൂപ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്തു നോക്കാം. അക്കൗണ്ടിങ്ങിൻ്റെ മെനു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പെറ്റി ക്യാഷ് ബാലൻസ് -4425 കാണിക്കുന്നത്. ക്യാഷിൽ മെയിൻ ക്യാഷിൽ 1,95,750. നമുക്ക് ഈ 95,750 5,750 പെറ്റി ക്യാഷിലേക്ക് മാറ്റാം. ഓക്കെ, അതായത് 5,750 ക്യാഷ് ടു പെറ്റി ക്യാഷ് ഇലക്ട്രോണിക്സ് 5,750 നമ്മൾ മാറ്റും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നില്ല. കസ്റ്റമറിൽ പോയിട്ട് നമുക്ക് പേയ്മെൻറ്റ്സ് എടുക്കാം, ന്യൂ എടുക്കുക, ഇന്റേണൽ ട്രാൻസ്ഫർ എടുക്കാം. കാരണം ഇന്റേണൽ ട്രാൻസ്ഫർ ഇത് സെൻഡ് ആണ്, റിസീവ് ചെയ്യല്ലെന്ന് സെൻഡ് എന്നുള്ള മെത്തേഡിൽ ഉപയോഗിക്കാം. 5,950 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ക്യാഷ് ഫ്രം മെയിൻ ടു പെറ്റി ക്യാഷ് ഇലക്ട്രോണിക്സ്, ഇവിടെ ബാങ്കല്ല, മെയിൻ ക്യാഷ് അക്കൗണ്ടിൽ നിന്നാണ് പോകുന്നത്. ഓക്കെ, സെൻഡ് ആണ് ഇന്റേണൽ ട്രാൻസ്ഫർ. സെൻഡ് ഇന്റർ ട്രാൻസ്ഫർ കൊടുത്താൽ മാത്രമേ 2 ജേണൽ ചോദിക്കുള്ളൂ, അതല്ലെങ്കിൽ ഒറ്റ ജേണൽ ചോദിക്കുള്ളൂ. ഇപ്പോൾ സെൻഡ് ഇന്റേണൽ ട്രാൻസ്ഫർ സെൻഡ് അടിക്കുന്നു, സെക്കൻഡ് പേയ്മെന്റ് വിൽ ബി ക്രെഡിറ്റ്, അത് 2 എൻട്രി ഉണ്ടാവും. അപ്പോൾ സെൻഡ് അടിക്കുന്നു 5,950 രൂപയാണ്. ഇതിന് നമ്മൾ ജനുവരിയിലേക്ക് തന്നെ പോവാം. 2023 ജനുവരി 25-നാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. നോക്കാം. മെയിൻ ക്യാഷ് അക്കൗണ്ട്, അതാണ് ക്യാഷ് ജേണൽ സെലക്ട് ചെയ്ത് പെറ്റി ക്യാഷ് ഇലക്ട്രോണിക്സ് എന്ന ജേണലിലേക്കാണ് പോകുന്നത്. കൺഫേം, ഇത് കൺഫേം ആയി. സ്റ്റിൽ ട്രയൽ ബാലൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ്ങിലാണ് ഉണ്ടാവുക. ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻറ്റ്സിൽ ഇത് വന്നു എന്നുള്ളതുകൊണ്ടാണ് 10,225 കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ റിക്കൺസിൽ ചെയ്യണം. ഏത് പേയ്മെൻറ്റും റിക്കൺസിൽ ചെയ്താൽ മാത്രമേ കറക്റ്റ് റിഫ്ലക്റ്റ് ആവുള്ളൂ. ഇവിടെ ഇപ്പം 5,950 അറിയാം റിക്കൺസിൽ. ഇത് എവിടെ നിന്നാണ് പോയത്, അവിടെയാണ് അടുത്ത ചോദ്യം. മെയിൻ ക്യാഷ് എന്നാണ് ട്രാൻസ്ഫർ ആകുന്നത്. ഓക്കെ, ഈ ട്രാൻസ്ഫറിൻ്റെ ഇതാണ് ഇത്. ഇവിടെ ജേണൽ മിസ്സെലൻസ് തന്നെയാണ്, കാരണം ഇത് റിക്കൺസിലേഷൻ ചെയ്യുന്നത്. ജേണൽ റിക്കൺസിൽ ചെയ്യണം. ഓക്കെ, ഇനി ട്രയൽ ബാലൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 10,225 ഡെബിറ്റും ക്രെഡിറ്റും ഔട്ട്സ്റ്റാൻഡിംഗ് പേയ്മെൻറ്റ്സ് പോയിട്ടുണ്ട്. ക്യാഷിൽ 5,650 ഷോർട്ട് ആയിട്ടുണ്ട്. ക്യാഷിൽ 5,650 ഷോർട്ട്. നേരത്തെ നമ്മൾക്ക് പെറ്റി ക്യാഷ് ഇലക്ട്രോണിക്സിൽ 1,225 ബാലൻസ് ഉണ്ട്. കാരണം 5,950 വന്നു, 4,425 ആയിരുന്നു എക്സ്പെൻസ്. അപ്പം ക്യാഷിൽ നേരത്തെ കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ക്യാഷ് 5,250 ഷോർട്ട് ആയിട്ട് വന്നു, -1. ഓക്കെ, ഇതുപോലെ നമുക്ക് പെറ്റി ക്യാഷ് എക്സ്പെൻസൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ ബാങ്കിൽ നിന്നാണെങ്കിലും നമുക്ക് ബാങ്കിൽ നിന്ന് ഇനി ക്യാഷിലേക്ക് അല്ലെങ്കിൽ പെറ്റി ക്യാഷിലേക്ക് ബാങ്കിൽ നിന്ന് ഒരു എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് പെറ്റി ക്യാഷിൽ ഇപ്പം 1,275 ഉള്ളൂ, വീണ്ടും ഒരു 1,225 തന്നെ വീണ്ടും ഇടണം. അല്ലെങ്കിൽ ഇതിന് ഒരു 3,225 2,000 രൂപ ചെക്ക് എഴുതിയിട്ട് ക്യാഷ് ചെക്ക് എന്തെങ്കിലും എക്സ്പെൻസിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് കസ്റ്റമറിൽ പേയ്മെൻറ്റ് പോവാം, ന്യൂ എടുക്കാം. അതും ഇന്റേണൽ ട്രാൻസ്ഫർ ആണ്. സെൻഡ് അടിക്കാം, 2,000 ആക്കാം. നമ്മൾക്ക് 2023 ഫെബ്രുവരി 1 ബാങ്കിൽ നിന്നാണ് പോകുന്നത്. ഏത് ബാങ്കാണെങ്കിലും സെലക്ട് ചെയ്യാൻ റിക്കൺസിൽ ചെയ്യുമ്പോൾ വരും. ഇതിപ്പോൾ ടൈപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, എടുത്തേക്കാണ് പെറ്റി ക്യാഷിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. കൺഫേം, പോസ്റ്റ് എൻട്രി ആയി. ഇനി നമ്മൾ റിക്കൺസിലേഷൻ പോയാൽ ഈ എൻട്രി റിക്കൺസിൽ ചെയ്താൽ, അതായത് ഈ ചെക്ക് ക്യാഷ് ചെയ്താൽ നമ്മൾ റിക്കൺസിൽ ചെയ്യും. ഇത് റിക്കൺസിൽ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും ഇത് ഏത് അക്കൗണ്ടിൽ നിന്നാണ് പോയത്. അവിടെ കനറ ബാങ്കിൽ നിന്നാണ് കനറ ബാങ്കിൽ നിന്ന് കൊടുത്തതായിട്ട് കാണിക്കാം. ഓക്കെ, പെറ്റി ക്യാഷിലേക്ക് ഡ്രോ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. 28/2 എന്നുള്ളത് നമ്മൾ ഫെബ്രുവരി 1 തന്നെയായിരുന്നു റിക്കൺസൈൽഡ്.
ഇനി ട്രയൽ ബാലൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് ഫെബ്രുവരി കൂടി കാണിക്കണം, കാരണം ഫെബ്രുവരിയും കൂടി അതിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പെറ്റി ക്യാഷ് ഇലക്ട്രോണിക്സ് 3275 5750 ക്യാഷ് അങ്ങനത്തെ ഉണ്ട്. കാരണം ബാങ്ക് നാളെ പറഞ്ഞത് കാനറ ബാങ്കിൽ നിന്ന് 2000, കാനറ ബാങ്കിൽ നിന്ന് 2000 കുറഞ്ഞിട്ടുണ്ട്. ഓപ്പണിംഗ് 959 ക്രെഡിറ്റ്, അതായത് ഓവർ ഡ്രാഫ്റ്റ് പോലെയാണ്. ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഓവർ ഡ്രാഫ്റ്റിലുള്ളത്, അത് വീണ്ടും കുറച്ചും കൂടി ഓവർ ഡ്രാഫ്റ്റ് കയറി, ചെക്ക് വരുമ്പോൾ ഓവർ ഡ്രാഫ്റ്റ് കയറിയ പോലെ ഇതുപോലെയാണ് മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അത് അക്കൗണ്ടിങ്ങിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡാഷ്ബോർഡിൽ തന്നെ പെറ്റി ക്യാഷ് 3275 ഉള്ളതായിട്ട് കാണിക്കാം. ന്യൂ ട്രാൻസാക്ഷൻ ക്യാഷിൽ 1,90,000 ഉള്ളതായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം.